ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സിലിവ് ടോക്സിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഗഫൂർ പുള്ളി ആ കസേരയൊക്കെ വലിച്ച് ആ, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതൊക്കെ, അല്ലാതെ ദേഹോദ്രവം ഒന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ദേഷ്യം വന്നപ്പോൾ കസേരയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊരു വലിയ സംഭവം പോലെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് ഇന്ന് ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ പരിപാടിയൊക്കെ എന്തേലും വലിച്ചെറിയുന്ന സ്വഭാവം ചെറുപ്പത്തിലെ പിള്ളേർക്ക് തൊട്ടേ, പിള്ളേരായിട്ടിരിക്കുമ്പോൾ തൊട്ടേ തുടങ്ങും വലിച്ചെറിയലൊക്കെ. അപ്പോൾ അത് പോട്ടെ. ഇപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കാലങ്ങളായിട്ട് നമ്മളെ ശശികളാക്കുന്ന, അതായത് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ അവസാനം എന്ത് ചെയ്യും, നമ്മൾ ശശിയായി ഈ ഒരു അനുഭവത്തിലെത്തും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. മല്ലു ഫാമിലി ഭാര്യയെ കൊണ്ട് വീട്ടിൽ, സുജിൻ വീട്ടിൽ കൊണ്ട് നിർത്തി, ജനങ്ങളെല്ലാം കൂടെ അവിടെ കിടന്ന് കരച്ചില്ല. സുജിനെ, മോനെ, നീ അച്ഛനില്ല വളർന്നവനില്ലേടാ, നീ നിന്റെ മക്കളെ അങ്ങനെ ആക്കല്ലേടാ എന്ന് പറഞ്ഞ് അവിടെ കമന്റ് ബോക്സ് കാണണമായിരുന്നു. കരച്ചിലോട് കരച്ചില്ല. ആ കമന്റൊക്കെ വായിച്ച് അവർ ചിരിക്കുന്നുണ്ടായി. കാരണം ഭാര്യയെ ചുമ്മാ ഉണ്ടാക്കിയിട്ട് എന്തോ കോഴ്സ് പഠിക്കാൻ ആ പെണ്ണ് പോയി. ആ സമയത്ത് ആ പെണ്ണ് വേറൊരു ചാനലും തുടങ്ങി. അവസാനം എന്നിട്ട് കുടുംബ കോടതിയുടെ അതിലേക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്നു. എന്നിട്ട് ആ ബോർഡ് എടുത്ത് കാണിക്കുന്നു. എന്തെല്ലാം തമ്പനിയിൽ, എന്തെല്ലാം സൂത്രങ്ങൾ. അവസാനം ആര് വിഡ്ഢിയായി? നാട്ടുകാർ വിഡ്ഢിയായി. അതുപോലെ ഫോർച്യൂണർ കാറിന് ഏതാണ്ട് 50 ലക്ഷത്തിന് മേലെയുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയാണ് പ്രണവ് പ്രവീൺ അഭിനയം നടത്തി. അവർക്ക് വീട് മാറണമെന്നെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതും ചെയ്തു പിണക്കാന്ന്. എന്നിട്ട് നമ്മളെ കാണിക്കുമ്പോൾ എന്താണ്, പ്രസവിച്ചു കിടക്കുന്നു, കുട്ടിയെ കാണാൻ വരാതിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു, ആ കുട്ടിയെ കാണാൻ വന്നില്ലെന്ന്. പിന്നെ അതങ്ങ് ചർച്ചയാവുന്നു. അവർക്ക് കാറ് മേടിക്കാനുള്ള കാശ് ഒപ്പിച്ചു കൊടുത്തു. ഇപ്പോഴാണ് സുലുവിന്റെ ഇതാണ് വരുന്നത്. ഇത്രയും ദിവസം ഞാൻ സുലുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്നലെ ഗഫൂർക്കാരുടെ വീഡിയോ വന്നതിനകത്ത് പുള്ളിയുടെ മുഖത്തെ ഒരു ആത്മവിശ്വാസവും പുള്ളിയുടെ സംസാരവും എല്ലാം കേട്ടിട്ട്, ഇവര് തമ്മിൽ പിരിഞ്ഞിട്ടുമില്ല, ഇവര് തമ്മിൽ ഡിവോഴ്സും ഇല്ല, ഒന്നുമില്ല. പുതിയ വീട് പണിയണം, പഴയ വീട് വിറ്റിട്ട് ഏറ്റവും പുതിയ മോഡേണിൽ പുതിയ വീട് പണിയണം. സുലുവിന് പണ്ട് വീടില്ലാത്ത ആളാണ്. അപ്പൊ വീടിനോട് വളരെയധികം ഇഷ്ടമുണ്ടെന്ന് പുള്ളിക്കാരത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്ത് 20 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ വീട് പണിയണം. അതിനു വേണ്ടി ഈ വീട് വിൽക്കണം. ബാക്കി പൈസയും യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണം. കുറച്ച് കാശ് ഗൾഫിലും പോയി ഉണ്ടാക്കണം. അതിനുവേണ്ടി പുള്ളിക്കാരൻ ഗൾഫിന് പോകുന്നു. ഈ വീട് വിറ്റിട്ട് ആ കാശും കൂടെ കൂടി 20 സെന്റ് സ്ഥലത്ത് പുതിയ വീട് പണിയുന്നു. അതിനു വേണ്ടി കളിച്ച ഒരു നാടകം എന്നുള്ളത് തോന്നുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് തന്നെയല്ല, കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ അത്തരത്തിൽ കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഗഫൂർക്ക ആദ്യം പറയുന്നു ഒന്ന് കേൾക്കാം. ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സൽഹാനോട് സമ്മതത്തോടെ, സൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും. പാടെ കൊടുത്താലും ശരിക്കും നോക്കിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നത്. വേറെ പ്രത്യേക കാര്യം, നമ്മൾ 20 സെന്റ് സ്ഥലം സൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അതിനൊക്കെ ക്യാഷ് വേണ്ട. പിന്നെ വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മാറ്റില്ല. അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ്. പിന്നെ എനിക്ക് എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിന്റെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ കടങ്ങളൊന്നുമില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിന്റെ സെലവ് കിട്ടിയായിരുന്നു, നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി, ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെ. റിയാക്ഷൻ ആയിട്ട് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ, ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കിട്ടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലും വീഡിയോ പോകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക, സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നില്ല. അല്ലാതെ ഈ നുണ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യം അത്ര അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നീട് അവർക്ക് തന്നെ ബാധിക്കുക, അതിൽ കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവര് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. റിയാക്ഷൻകാരാണ് ഇവർ ഡിവോഴ്സ് ആകുമെന്ന് പറയാൻ നിൽക്കുന്നത്. അവരെവിടെയും പറഞ്ഞിട്ടില്ല. അവർ തൽക്കാലത്തേനൊന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ഇമേജ് പുറത്തേക്ക് വിട്ടിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവർ പേർ പിരിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. അദ്ദേഹമാണ് കുട്ടികളുടെ എല്ലാ ചെലവ് നടത്തുന്നത്. അല്ലാതെ അച്ഛൻ്റെ കൂടെ കുറേ മക്കൾ, അല്ലെ അമ്മയുടെ കൂടെ കുറേ മക്കൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭാര്യയും മക്കളും അവരുടെ നിൽക്കുന്നു. അവരുടെ ഫുൾ ചെലവെടുക്കുന്ന പുള്ളിയാണ്. ഒരു പ്രശ്നവുമില്ല. പുള്ളിക്ക് ഇപ്പൊ കടവും ഇല്ല. നേരത്തെ കടം ഉണ്ടായിരുന്നു പറയുന്നത്, നേരത്തെ ഇപ്പൊ കടവും ഇല്ല, ഒന്നുമില്ല. പുതിയൊരു ചാനൽ തുടങ്ങിയത് പുതിയൊരു വരുമാനത്തിന് വേണ്ടി. ഇപ്പൊ ഇട്ടപ്പോ തന്നെ നല്ല വ്യൂസ് കിട്ടുന്നില്ലേ, നല്ലൊരു വരുമാനമുണ്ട്.
പൂഞ്ഞാക്കട്ടിൽ വിൽപ്പന എന്നും അല്ല, കട്ടിലല്ലല്ലോ, ആ തൊട്ടി പോലത്തെ അത് വിൽക്കുന്നെന്നും പറഞ്ഞ് നമ്മളെ കാണിക്കുന്നു. അത് ഒരു പാവപ്പെട്ട ഉമ്മ വന്ന് അത് ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ഇവര് വേർപിരിയുന്നു എന്നുള്ള ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ കൂടെ ഒന്നും പറഞ്ഞില്ലേ പോലും എന്തെങ്കിലും പറയുമെന്നറിയാൻ ജനം അവിടെ കയറും, എടുത്ത് നോക്കും. അപ്പൊ അതിന്റെ പുറത്ത് അത് പറയുന്ന മുഴുവൻ കേൾക്കും. അല്ലാതെ അവിടെ അത് വിൽക്കുന്നതിന് വിറ്റ് കാശുണ്ടാക്കുന്നതിലുപരി ഈ വീഡിയോ കണ്ട് ജനങ്ങൾ കാശ് കൊടുക്കും ആ ചാനൽ വഴി. അപ്പൊ അവർക്ക് ഒരു വരുമാനം കൂടെ ആകും. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ ടോട്ടലി എനിക്കും മനസ്സിലായത് പുതിയതായിട്ട് മേടിച്ച ആ 20 സെന്റിൽ കോടികളുടെ ഒരു വീട് പണിയണം. ആ വീട് പണിയാൻ അവരുടെ സ്വപ്നം അനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള തുക ഉണ്ടാക്കാനുള്ള ഒരു നാടകം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കമന്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ലേ സൈബർ തട്ടിപ്പ്, അതിന്റെ വേറെ ഒരു വേർഷനാണ് ഈ കാണുന്നത്. ഭർത്താവും ഭാര്യയും അത്യാവശ്യം റീച്ച് ആകുന്നു, ഒരു സമ്പാദ്യം വരുന്നു, അത് ഇരട്ടിപ്പിക്കാൻ അവർക്ക് സ്റ്റേബിൾ ആയ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ അവർ വേർപിരിയുന്നതായി അഭിനയിക്കുന്നു. അപ്പുറത്ത് ഭാര്യ, ഇപ്പുറത്ത് ഭർത്താവ് ചാനൽ നാട്ടുകാർ ദിവസവും ഇവരെ പറ്റി സംസാരിക്കുന്നു. ഇവർക്ക് നന്നായി അറിയാം ഇവരെ പറ്റി സംസാരിക്കുന്നു. ഇനി കുറച്ച് വ്ളോഗേഴ്സ് ക്യാഷ് കൊടുത്ത് ഈ പ്രശ്നം വലുതാക്കിയിട്ടുമുണ്ട്. ഇനിയും അടിപിടി എപ്പിസോഡ് വരും. അതാണ് ഈ കസേര ചവിട്ടി പൊട്ടിക്കൽ. ഈ സിലു പറയുന്ന വരയിൽ അപ്പുറത്ത് നിൽക്കാത്ത ഗഫൂർ ഇത് ചെയ്യുവാനുള്ള ധൈര്യമൊന്നും ഇല്ല എന്ന് അയാളുടെ ഈ സിലു പറയുന്നതിന്റെ വരയുടെ അപ്പുറത്ത് നിൽക്കാനുള്ള ധൈര്യമില്ലാത്ത ഗഫൂർ ഇത് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ല എന്ന് അയാളുടെ മുഖത്തുനിന്ന് വായിച്ചിറങ്ങി. ഗഫൂർക്കൊക്കെ അതിനൊന്നുള്ള ധൈര്യമില്ല എന്ന് നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോ അങ്ങനെയാ. പുള്ളിക്കാരത്തികൾ നിഴലായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയ ചാനലിലാണ് ഭയങ്കര ഉഷാറായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടത് ആദ്യമായിട്ട്. അതിന് മുന്നേ വരെ പുള്ളിക്കാരത്തി വരച്ച വരെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇല്ല എന്ന് അയാളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. പിന്നെ സിലുവിനെ ആർക്കും അങ്ങോട്ട് മെരുക്കാനും സാധിക്കില്ല, ബോൾഡാണ്, സ്ട്രോങ് ആണ്. അപ്പോൾ നാടകം തുടരട്ടെ, ക്യാഷ് ഉണ്ടാകട്ടെ, ആശംസകൾ. ഈ കമന്റിന്റെ അകത്ത് കുറച്ച് കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കറിയില്ല ഇനി ഇവരുടെ ജെനുവിൻ കേസാണോന്നും അറിയില്ല, അത് നമുക്ക് പറയാൻ അറിയില്ല, അവരുടെ ദാമ്പത്യത്തിനകത്തുള്ള കാര്യം. ഇനി അതല്ല എങ്കിൽ ഇത്രയും കാലം നമ്മൾ കണ്ടിരിക്കുന്ന ഫാമിലി വ്ലോഗ് എല്ലാം വെറുതെ ഒരു കണ്ടന്റ്, അവർക്ക് കണ്ടന്റ് ഇല്ല. ഈ റിയാക്ഷൻ ചാനൽ പോലെയൊന്നും കണ്ടന്റ് ഇല്ല. അപ്പൊ അവരൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കും. വെറുതെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒത്തിരി ചാനലുണ്ട്, അവിടെ ഇവിടെയൊക്കെ പിണങ്ങുന്ന പോലെ അഭിനയിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുത്തി പറയും, എന്നിട്ട് അതേപ്പറ്റി കമന്റ് ഇടും, പിന്നെ അതിന്റെ കമന്റ് വരും, അതിന്റെ കമന്റിന്റെ മറുപടി അടുത്ത വീഡിയോ വരും. അങ്ങനെയല്ല ഇവർ തമ്മിലുള്ള ഒരു സ്വകാര്യമായ കാര്യങ്ങൾ കാണിക്കുക, അല്ലെ പ്രഗ്നന്റ് ആവുന്നത് ഇങ്ങനെ കാണിക്കുക, ഇതെല്ലാം കാണിച്ച് ഇങ്ങനെ ജനങ്ങളെ, ഫാമിലി വ്ളോഗ് എപ്പോഴും അങ്ങനെയാ, ജനങ്ങളെ പറ്റിക്കും. അവർക്ക് അത് ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതറിയാനൊരു പ്രത്യേകതയുണ്ട്. ഒരു വഴക്ക് നടക്കാണ്, അപ്പുറത്തെ വീട്ടിൽ മതിലിന്റെ അപ്പുറത്ത് പോയിരുന്ന് ആ വഴക്ക് കേൾക്കാൻ ഒരു താല്പര്യമാണ് മലയാളിക്ക്. അങ്ങനെ ഒരു രീതിയുണ്ട്. അത് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അവരുടെ വീടിന്റെ സ്വകാര്യത അറിയാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ജനങ്ങൾ അത് കാണും, കണ്ട് റീച്ച് ആകും. ഇതിന് മുന്നേ പോയിരിക്കുന്ന ഫാമിലി വ്ളോഗ് എല്ലാം അത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവർ ഒരു പക്ഷേ അത് ആയിരിക്കാം പരീക്ഷിക്കുന്നത്, അറിയില്ല. അവസാനം വന്ന് പറയും നിങ്ങളെല്ലാവരും പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഒന്നായി, ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ചെറിയ പിണക്കേ ഉള്ളൂ, പിന്നെ 5 കുട്ടികളില്ലേ അവരെ ഓർക്കണ്ടേ, ഞങ്ങളൊന്നായി, അത്രേ ഉള്ളൂ എന്ന് പറയാനായിരിക്കും. ഏതായാലും ശശിയാകാനാണോ നമ്മളുടെ വിധി എന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ശശി ആയാലും വേണ്ടില്ല, പിണക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.